ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ സമൂഹം മുന്നേറുമ്പോൾ ഓർത്തഡോക്സ് സഭയിലെ വൈദികന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. അടൂർ കടമ്പനാട് സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ വൈദികനായ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിലാണ് 35 വർഷത്തിലധികമായി വിവിധ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. 32 വർഷത്തിന് മുമ്പ് മലങ്കര സഭയുടെ അധ്യക്ഷനായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യു സുധിയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ സെക്രട്ടറി ആയിരുന്നു. അന്ന് തിരുമേനി ഒരു സഭാ അധ്യക്ഷൻ എന്നതിനേക്കാൾ ഉപരി ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങളിലെ പ്രത്യേകിച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വളരെയധികം ഉത്സാഹത്തോടുകൂടി നടക്കുന്ന സമയമായിരുന്നു. അത് കണ്ടുപഠിച്ചാണ് തിരുമേനിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഒരു ലഹരി ചികിത്സാ കേന്ദ്രം പരമ്പിലെ തുടങ്ങാനും അതിൻ്റെ പഠനങ്ങൾ നടത്തുവാനും എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കഴിഞ്ഞ 32 വർഷമായിട്ട് ലഹരി വിരുദ്ധ ചികിത്സയ്ക്കും അതിൻ്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ആ ലഹരി വിരുദ്ധവുമായി ബന്ധപ്പെട്ട അന്ന് അച്ഛനെ സെമിനാരിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിരവധി പുസ്തകങ്ങളൊക്കെ രചിക്കുകയൊക്കെ ഉണ്ടായല്ലോ. ആ പുസ്തകങ്ങളിലൊക്കെ എന്തൊക്കെയാണ് അനുഭവങ്ങൾ? ഞാൻ പല സബ്ജക്ട് എക്സ്പേർട്സിന്റെ വെച്ചുകൊണ്ട് ലഹരി ഇനി അകലെ എന്നുള്ള പുസ്തകമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ധാരാളം ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ധാരാളം സെമിനാറുകളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള പല ക്ലാസ്സുകൾ ഇന്ത്യക്കകത്തും പുറത്തും പോയി ഞാൻ പരിശീലനം നേടിയിട്ടുണ്ട്. 1989 UN ഈ പോരാട്ടങ്ങൾക്ക് സംഘടന നേതൃത്വം കൊടുക്കുന്നത്. അച്ഛൻ്റെ ഓർമ്മയിൽ ഈ പോരാട്ടത്തെ എങ്ങനെയാണ്? ഇപ്പൊ സംസ്ഥാന സർക്കാർ തൂഫാൻ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അച്ഛൻ എന്തൊക്കെ നിർദ്ദേശങ്ങളായിരിക്കും ഈ പോരാട്ടത്തിൽ വെക്കാനുള്ളത്? ലഹരി എന്ന് പറയുമ്പോൾ നമ്മളിൽ പ്രധാനമായിട്ടും വരുന്നത് മദ്യവും മയക്കുമരുന്നും എന്നുള്ളതാണ്. അത് പ്രധാന ഘടകം തന്നെയാണ്. അതിനെതിരെ പോരാടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ ഒരു ലഹരിക്ക് അടിമയാകുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അയാൾ ഒരു രോഗിയായി മാറുകയാണ്. ഡയബറ്റിക് പോലെ തന്നെ ഇതൊരു ലൈഫ് ലോങ് ഡിസീസാണ്, ആയുഷ്കാല രോഗമാണ്. ഈ ആയുഷ്കാല രോഗത്തെ പരിപൂർണമായിട്ട് മാറ്റാൻ ഒക്കത്തില്ല. ഇതിനെ കൺട്രോളബിൾ ഡിസീസ് എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക, അത് ചികിത്സയിലൂടെ മാത്രമേ. അപ്പോൾ ഒരാൾ ലഹരിക്ക് മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയായാൽ അദ്ദേഹത്തെ ഇങ്ങനെയുള്ള ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രങ്ങൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് ആ ചികിത്സ എടുക്കുകയും പുനരധിവാസം നടത്തുകയും ചെയ്ത് അദ്ദേഹത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചികിത്സ സംബന്ധിച്ചുള്ളത്. എന്നാൽ അതിന് മുമ്പ് ഇതിലേക്ക് വരാതിരിക്കുവാൻ പ്രത്യേകമായിട്ട് മാതാപിതാക്കളും അധ്യാപകർക്കും വലിയ പങ്കാണുള്ളത്. സഭയോടൊപ്പം ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങളായിരിക്കും അച്ഛൻ ഈ പോരാട്ടത്തിൽ? ഇതിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ഇതിനൊരു പുനരധിവാസ കേന്ദ്രം ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ലോക നിലവാരത്തിലുള്ള ഒരു പുനരധിവാസ കേന്ദ്രം ഉണ്ടാണ്. കാരണം ലഹരി ചികിത്സ മിനിമം വേണ്ടത്, പ്രത്യേകിച്ച് മദ്യപാനത്തിന് ചികിത്സയ്ക്ക് വേണ്ടത് കുറഞ്ഞത് 1 മാസം, മറ്റുള്ള ലഹരി പ്രത്യേകിച്ച് ഡ്രഗ്സിനാണെങ്കിൽ മിനിമം ഒരു 3 മാസം വേണം. എന്നാൽ ചില പേഷ്യന് അവർക്ക് അതിനോടുകൂടി മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പം 1 വർഷത്തിലധികം വേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അത് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. അതിൽ കൃത്യമായിട്ട് അവർ പങ്കെടുക്കുകയും ചെയ്തു കഴിയുമ്പോൾ ഈ പുനരധിവാസം എന്നുള്ള ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഞാൻ മാനേജിംഗ് ഡയറക്ടറായിരിക്കുന്ന ഡോക്ടർ KM ജെറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ചുമതല നടത്തുന്നത്. ഇപ്പോൾ ഏകദേശം 50 ബെഡുള്ള ഒരു ലഹരി ചികിത്സാ കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ സമൂഹതലത്തിൽ ഇതിനെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കേരളത്തിന് മുഴുവനായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ നിരന്തര പോരാട്ടം സഭയോടൊപ്പം തന്നെ സമൂഹത്തോടൊപ്പം തന്നെ ചേർന്ന് നടത്തുകയാണ് ലഹരിക്കെതിരെ ഈ വൈദികൻ. ഈ വൈദികന്റെ ജീവിതവൃത്തിയും കർമ്മമണ്ഡലവും സമൂഹം മാതൃകയാക്കാം. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.